കോട്ട് എന്താണ് ഇന്നത്തെ ഈ കോടതി നടപടികൾ വീക്ഷിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത് കേജ്രിവാളുമായി ബന്ധപ്പെട്ട കോടതി നടപടികളിൽ? കേൾക്കാം അഡ്വക്കേറ്റ് ദിലീപ്, പറഞ്ഞോളൂ. കേൾക്കാവോ? ഹലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ന് ട്രയൽ കോർട്ടിലാണ്, റോസ് അവന്യൂ കോർട്ടിലാണ് ഈ കേസുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസുകൾ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീം കോടതി വരെ വന്ന കേസാണ് ഈ സെയിം കേസിൽ മനീഷ് സിസോദിയുടെ കേസ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കോടതി ഒരു കാരണവശാലും ഇതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല, ജാമ്യം കൊടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യമാണ്. ഇതിലെ ന്യായവും നീതിയും അല്ല, മറിച്ച് ട്രയൽ കോർട്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവരുടെ പ്രൊമോഷനും ഇതിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജാമ്യം കൊടുക്കാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിലെ തെളിവുകൾ നായർ പറഞ്ഞതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ട്രയൽ കോർട്ടിലെ ജഡ്ജിന് പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഓരോ ജഡ്ജ്മെൻറ്റും സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കൺവിക്ഷൻ ആണെങ്കിൽ അത് ബാധകമല്ല, മറിച്ച് അക്വിറ്റൽ ആണെങ്കിൽ അത് എന്തുകൊണ്ട് അക്വിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബെയിലാണെങ്കിൽ എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്നുള്ളത് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. അതേസമയത്ത് സിമ്പിളായിട്ട് ബെയിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പണി എളുപ്പമാണ്. അല്ലാതെ അതിലെ ന്യായവും നീതിയും ഒരു പരിധി വരെ, ഞാൻ തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, ഒരു പരിധി വരെ അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം അതാണ്. അത് കേജ്രിവാൾ തെറ്റ് ചെയ്തു എന്നതുകൊണ്ടല്ല. ഇനി മറിച്ച് രാധിക നായർ പറഞ്ഞതുപോലെ ഈ കേസിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് BJPക്ക് 5 കോടി രൂപ കൊടുത്ത ആളാണ് ഈ കേസിലെ മാപ്പുസാക്ഷി. കേജ്രിവാളിനെതിരെയുള്ള തെളിവ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, വേറെ ഒന്നും കേജ്രിവാളിനെതിരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓറോബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു, 2 ദിവസം കഴിഞ്ഞപ്പം 5 കോടി രൂപ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 5 മാസം കഴിഞ്ഞപ്പം ഇതേ ED കോടതിയിൽ പറയുകയാണ് ഇദ്ദേഹത്തെ ഫ്രീ ആക്കണം അല്ലെങ്കിൽ മാപ്പുസാക്ഷിയാക്കണം എന്ന്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ട കാര്യങ്ങൾ കോടതി കൊടുക്കുക ഇൻ ദ സെൻസ് ഇവിടെ ഇങ്ങനെയാണ്. ഇത് ബെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫൈനൽ ജഡ്ജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്തത്. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചു ഇത്രയും ദിവസം 1.5 വർഷമായിട്ട് മനീഷ് സിസോദിയെ കിടക്കുന്നില്ലേ എന്ന്. അത് ബെയിൽ എന്നത് ഒരു കോടതി കണക്കാക്കുന്നത്, ബെയിൽ കൊടുക്കുന്നത് പ്രൈമാ ഫേസി കേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എസ്പെഷ്യലി ഈ PMLA കേസിലൊക്കെ അത് റിജക്റ്റ് ചെയ്യാൻ സഫീഷ്യൻറ്റ് ഗ്രൗണ്ടാണ്. അല്ലാതെ ബെയിൽ റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ മനീഷ് സിസോദിയ 1.5 വർഷമായി കിടക്കുന്നു എന്നതിൻ്റെ കാരണം അദ്ദേഹം തെറ്റ് ചെയ്തു എന്നല്ല. അല്ല, ഈ ബെയിലും ജയിലുമായി നീതിന്യായ പീഠങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ടല്ലോ, അതെന്താണ് അഡ്വക്കേറ്റ് ദിലീപ്? ഉണ്ട്. ബെയിലും ജയിലും എന്ന് പറയുന്നത്, ബെയിൽ ഒരിക്കലും റൈറ്റ് എന്ന് എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഈ PMLA കേസിൽ സ്ട്രിഞ്ചന്റ് കണ്ടീഷനാണ്. ബെയില് സ്വാഭാവികമാണ് എന്നാണ് എപ്പോഴും ഉന്നത നീതിപീഠം അടക്കം ആവർത്തിക്കുന്ന ആപ്തവാക്യം. ജയിലാണ് അസ്വാഭാവികം. അപ്പോൾ അസ്വാഭാവികതയിലേക്ക് പോകുന്നത് അത്രയും അസ്വാഭാവികമായിരിക്കുമ്പോഴാകണം. ഇനി എനിക്ക് അങ്ങോട്ടുള്ള ഒരു ചോദ്യം, ഇപ്പോൾ അങ്ങീ പറയുന്നത് പോലെ പ്രൊമോഷൻ അടക്കം ഈ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോടുകൂടിയാണ് ട്രയൽ കോടതികൾ ഇതൊക്കെ പരിഗണിക്കുന്നത് എങ്കിൽ പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ന്യായം പറയുന്നത്? അല്ല, അതിൻ്റെ ഘടനാപരമായ എല്ലാ പടികളും ചവിട്ടി ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഇപ്പോൾ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്നത് പോലെ കേസുകളുടെയും നീതി നിർവഹണത്തിനും ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിചാരണ കോടതികൾ പരിഗണിക്കുന്നത് എങ്കിൽ പിന്നെ സുപ്രീം കോടതി ഇരുന്നിട്ട് എന്തിനാണ് പറയുന്നത് നേരെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് തെറ്റ്, വരേണ്ട വഴിയിൽ കൂടെ വരൂ എന്നൊക്കെ പറയുന്നത്? അവിടെ ഇപ്പോൾ ഈ പറയുന്ന അടിസ്ഥാനപരമായ നീതി നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണ് എങ്കിൽ നമ്മളുടെ മുന്നിൽ എത്ര കേസുകളുണ്ട്. കോടതികൾ തന്നെ പല കേസിലും കോടതി ഇന്റർഫിയർ ചെയ്തിട്ട് വൈകുന്നേരം ജഡ്ജ്മെന്റ് പാസ് ചെയ്തിട്ട് രാത്രിക്ക് രാത്രി ജഡ്ജ് ട്രാൻസ്ഫർ ചെയ്ത ഇഷ്യൂ നമ്മുടെ മുന്നിലില്ലേ? കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ എന്നൊരു ശങ്ക അങ്ങേക്ക് വേണ്ട, അങ്ങ് പറഞ്ഞോളൂ, കേൾക്കാം.
ഒരു ഭരണഘടനാ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജ് പോലും രാത്രിക്ക് രാത്രി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് നമ്മുടെ മുന്നിൽ തെളിവായിട്ടുണ്ട്, ഇല്ലേ? ശരിയാണ്. പിന്നെ റോസ് അവന്യൂ കോടതി പോലത്തെ ഒരു 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 ഏറ്റവും താഴെ ചെറിയ കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജ് നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ശരി, എനിക്ക് പ്രകാശ് ബാബുലിക്ക് തൊട്ടു രാധിക അങ്ങ് കൈ ഉയർത്തിയതുകൊണ്ട് രാധിക വേഗം. ഇ ഡി എടുക്കുന്ന കേസുകൾ. ശരി, അഡ്വക്കേറ്റ് ദിലീപ്. രാധിക. ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി, എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൺലി ആസ് സ്ട്രോങ് ആസ് ദി ഇൻഡിവിജ്വൽസ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ ഇതും ഒരു സത്യമാണ്. ഇന്ന് നമ്മുടെ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ മാജിസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ ജഡ്ജിമാരായിട്ടുള്ള അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെലിഷ്യസ് ഡിസ്പെൻസേഷൻ ആണ് ഇന്ന് നിലവിലുള്ളത്. അവര് ശരിയായ ഡിസിഷൻസ് അല്ലെ ഓർഡേഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്നേക്കുമായിട്ട് അതിനുവേണ്ടി പണിഷ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്പെൻസേഷൻ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ ന്യൂ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ്. ഇത് റിവെഞ്ച് ആൻഡ് വെഞ്ചൻസ് മെന്റാലിറ്റി ഉള്ള ഒരു ഡിസ്പെൻസേഷൻ ആണ് ഉള്ളത്. എക്സ്ട്രീംലി ശരി രാധിക, ഞാൻ വരാം. മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് വഴിയേ വരാം. ന്യായത്തിന്